കേരളത്തിലെ പ്രധാന വള്ളംകളികളിലൊന്നാണ് ആലപ്പുഴ ജില്ലയിലെ പുന്നമടക്കായലിൽ വർഷത്തിലൊരിക്കൽ അരങ്ങേറുന്ന നെഹ്റു ട്രോഫി വള്ളംകളി. പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന ഈ ജലമേള കാണാനായി ധാരാളം വിനോദസഞ്ചാരികളും എത്താറുണ്ട്. നെഹ്റു ട്രോഫി വള്ളംകളി എന്ന പേര് വരാൻ ഒരു കാരണമുണ്ട്. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ കേരള സന്ദർശനത്തോടനുബന്ധിച്ച് കേരള സർക്കാർ പ്രത്യേകമൊരുക്കിയ ചുണ്ടൻ വള്ളംകളി മത്സരത്തോടെയാണ് നെഹ്റു ട്രോഫിയുടെ ചരിത്രം കുറിക്കുന്നത്. ആയിരത്തി 1952 ഡിസംബർ 27 ആലപ്പുഴ പുന്നമടക്കായലിലാണ് വള്ളംകളി മത്സരം അരങ്ങേറിയത്. ചുണ്ടൻ വള്ളങ്ങളുടെ തുഴയെറിഞ്ഞുള്ള പോരാട്ടം ആവേശത്തോടെ വീക്ഷിച്ച നെഹ്റു മത്സരം അവസാനിച്ചപ്പോൾ സകല സുരക്ഷാ ക്രമീകരണങ്ങളും കാറ്റിൽ പറത്തി വള്ളംകളിയിൽ ഒന്നാമതെത്തിയ നടുഭാഗം ചുണ്ടനിൽ ചാടിക്കയറി. നെഹ്റുവിൻ്റെ ഈ ആഹ്ലാദ പ്രകടനം അംഗീകാരമായി കരുതിയ വള്ളംകളി പ്രേമികൾ ചുണ്ടൻ വള്ളങ്ങളുടെ അകമ്പടിയോടെ അദ്ദേഹത്തെ കൊച്ചി വരെ എത്തിച്ച് യാത്രയാക്കി. ഡൽഹിയിലെത്തിയ ശേഷം നെഹ്റു സ്വന്തം കയ്യൊപ്പോടുകൂടി വെള്ളിയിൽ തീർത്ത ചുണ്ടൻ വള്ളത്തിൻ്റെ മാതൃക അയച്ചു കൊടുത്തു. ഇതാണ് വിജയികൾക്ക് നൽകുന്ന നെഹ്റു ട്രോഫി. തുടക്കത്തിൽ പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി എന്നായിരുന്നു ഈ വള്ളംകളി അറിയപ്പെട്ടിരുന്നത്. 1969 ജൂൺ 1 കൂടിയ വള്ളംകളി സമിതി നെഹ്റുവിനോടുള്ള ആദരവ് മൂലം കപ്പിൻ്റെ പേര് നെഹ്റു ട്രോഫി വള്ളംകളി എന്നാക്കി മാറ്റി. കുട്ടനാട്ടിലെ വിവിധ കരക്കാരും കായൽ തീരത്തെ ക്ലബ്ബുകളുമാണ് വള്ളങ്ങളെയും തുഴച്ചിൽക്കാരെയും തിരഞ്ഞെടുത്ത് പങ്കെടുപ്പിക്കുന്നത്. ഈ വള്ളംകളി മത്സരകാലത്ത് പുന്നമടക്കായലിൽ പരിശീലനം നടത്തുന്ന തുഴച്ചിൽ വള്ളങ്ങളും വള്ളക്കാരും തുഴച്ചിൽക്കാരുടെ കായിക ബലത്തിൻ്റെയും പാട്ടുകാരുടെ താളബോധത്തിൻ്റെയും അംശങ്ങൾ ചേർന്ന് സ്വയം ഒരു കലാരൂപമായി വികസിച്ചിട്ടുണ്ട്.